Hi dear friends, welcome back to Easy Commerce Concepts by Aziza Febensha. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്താൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ? പഠനത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച ടിപ്സൊന്നും അല്ല കേട്ടോ, ഒരുപാട് കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാതിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എന്ത് ചെയ്യുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക കേട്ടോ. ഓക്കെ, അതായത് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും പറയുന്ന അവരുടെ ഒരു ടെൻഷനാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധ പതറാതെ എങ്ങനെയാണ് നിങ്ങളുടെ പഠനം കുറച്ചുകൂടി രസകരമാക്കി മാറ്റാം എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെയാണ് ആ കാര്യങ്ങളെന്ന്. ഓക്കെ, സോ പരീക്ഷാകാലം ആയതിനാൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെയുള്ള ഒരു ആദ്യമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം, ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് കുട്ടികളെ കുറിച്ചിട്ട് പല മാതാപിതാക്കളും ഒരു പിരിമുറുക്കത്തിലാകുന്ന, ഒരു സമ്മർദ്ദത്തിലാകുന്ന ഒരു സിറ്റുവേഷനാണത്. അത് അവർക്കും ഒരു ടെൻഷനാണ് അല്ലേ. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ പാരൻസ്. അപ്പോൾ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നതാണ് പല കുട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. അപ്പോൾ ടെൻഷൻ അകറ്റി നമ്മുടെ പരീക്ഷാ സമയം നമുക്ക് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പഠന സമയത്ത് കൃത്യമായി ഇടവേള എടുക്കുന്നതും പഠിക്കാൻ കൃത്യമായൊരു ടൈം ടേബിൾ തയ്യാറാക്കി അത് പിന്തുടരുന്നതും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ പരീക്ഷകളിലെ പ്രകടനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ചില നുറുങ്ങ വിദ്യകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് 7 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പറയാറ്. ഒന്ന്, പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ നൽകാൻ കഴിയാതെ പോകുന്നതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകി പഠിക്കുന്നത് വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാൻ സഹായിക്കുമെന്നത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അവർ പഠിക്കാനിരിക്കുന്ന സ്ഥലവും അതിന് പഠിക്കാനിരിക്കുന്ന സമയവുമാണ്. സോ പഠന സ്ഥലവും പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയവും പ്രധാനമാണ്. അപ്പോൾ ശാന്തമായൊരു അന്തരീക്ഷമാണ് പഠിക്കാൻ ഏറ്റവും അനുയോജ്യം. ശ്രദ്ധ പതറുന്ന കാര്യങ്ങൾ ചുറ്റുപാടുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചില കുട്ടികൾ പരീക്ഷാ നാളുകളിൽ പഠനത്തിനായി കൂടുതൽ സമയം ഉപയോഗിക്കാറുണ്ട്. ഇതിന് പകരമായി നിലവിലുള്ള സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്ന് വെച്ച് പഠനത്തിനായി ചെലവിടുന്ന സമയം തീരെ കുറവായിരിക്കണം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എല്ലാ ദിവസവും ഒരേ സമയം പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. പിന്നെ ടൈം ടേബിളിൻ്റെ കാര്യം, ഓരോ വിഷയം പഠിക്കാനും പ്രത്യേക സമയം നമ്മൾ തയ്യാറാക്കി അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇത് പഠനം എളുപ്പമാക്കാനും റിവിഷൻ എളുപ്പമാക്കാനൊക്കെ നിങ്ങളെ സഹായിക്കും. പിന്നെ ഉള്ളതാണ് കൃത്യമായ ഇടവേളകൾ. പഠിക്കാൻ ഉദ്ദേശിച്ച ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത വിഷയം എടുത്ത് പഠിക്കാൻ നിങ്ങൾ ഇരിക്കരുത്. അതിന് മുമ്പ് ഒരു ഇടവേള അത്യാവശ്യമാണ്. മടുപ്പ് ഒഴിവാക്കി മനസ്സിനെ ഒന്നുകൂടെ ഫ്രഷ് ആക്കാനും പുതിയ വിഷയം കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ശ്രദ്ധയോടും പഠിക്കാൻ ഈ ഇടവേളകൾ അനിവാര്യമാണ്. പിന്നെ വരുന്നത് ഉറക്കത്തിൻ്റെ കാര്യമാണ്. കൃത്യമായിട്ട് പല കുട്ടികളും പരീക്ഷയുടെ തലേ രാത്രിയൊക്കെ ഉറക്കം വിളച്ച് പഠിക്കുന്നത് കാണാറുണ്ട്. ഇതൊട്ടും നല്ല ശീലമല്ല. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് നല്ല ഉറക്കം പ്രധാനമാണ്. നല്ല ഉറക്കം കിട്ടിയാൽ അത് ഉന്മേഷത്തോടെ പഠിക്കാനും പരീക്ഷ എഴുതാനും കുട്ടികളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും. പിന്നെ കണ്ടുവരുന്നൊരു രീതിയാണ് ആഹാരശീലത്തിൽ ഉണ്ടാകുന്ന അപര്യാപ്തതകൾ. ചില കുട്ടികളെങ്കിലും ആഹാരവും വെള്ളവും പോലും ഉപേക്ഷിച്ച് പഠിക്കാനായി സമയം ചിലവിടുന്നത് കാണാറുണ്ട്. അത് ആരോഗ്യം മോശമാക്കുകയേ ഉള്ളൂ. അതിനാൽ കൃത്യസമയത്ത് ആഹാരം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യാം. പിന്നെ വരുന്നതാണ് പഠന സാമഗ്രികൾ. പഠനത്തിന് സഹായിക്കുന്ന വസ്തുക്കൾ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ചാർട്ടുകൾ, ഡയഗ്രാം, ഫ്ലാഷ് കാർഡ് എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്തി പഠിക്കുന്നത് പഠനം ഒന്നുകൂടി രസകരമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളൊരു കാര്യമാണ് മൾട്ടി ടാസ്കിങ്. അത് വേണ്ട. ഒരേ സമയം പല കാര്യങ്ങൾ പഠന സമയത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയെ തടസ്സപ്പെടുത്തും. ഓരോ സമയം അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. ഒരേ സമയം തന്നെ പല വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്ന ശീലം ഒരിക്കലും സഹായകരമാകില്ല.
പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. പഠനത്തിൽ മാത്രമല്ല, എന്ത് കാര്യം ചെയ്താലും അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബ്രീത്തിങ് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശീലമാക്കാവുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വിജയം നിങ്ങൾ സ്വപ്നം കാണുക, വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നത് ഭാവനയിൽ കാണുന്നത് നിങ്ങളെ കൂടുതൽ പ്രചോദിതരാക്കി പഠിക്കാൻ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളിൽ എന്ന് പറയുന്നത് ഓരോ കുട്ടിക്കും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ് വ്യത്യസ്തമാണ്. എന്നിരുന്നാലും പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. പാഠഭാഗങ്ങൾ വെറുതെ വായിച്ചു വിടുന്നതിന് പകരം ആഴത്തിൽ ഓരോ വിഷയവും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. പ്രധാന പോയിന്റുകൾ നോട്ട് ചെയ്യുക. ഇക്വേഷൻസ് എഴുതി പഠിക്കുക, കാണാപ്പാഠം പഠിക്കുന്ന രീതി നല്ലതല്ല. 2. വലിയ പാഠഭാഗങ്ങൾ ഏവരെയും ഒന്ന് അമ്പരിപ്പിക്കും. ഓക്കെ, ആയതിനാൽ ഓരോന്നും ചെറിയ ഭാഗങ്ങളാക്കി തിരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പഠനം എളുപ്പമാക്കാനും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. അടുത്തത്, പഠന സമയത്ത് ഇടവേള എടുക്കുന്നത് പ്രധാനമാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പ്രധാനമാണ് ഒരല്പനേരം നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നത്. സെൽഫ് കെയർ എന്ന് പറയും. സെൽഫ് കെയർ ഓരോരുത്തർക്കും വളരെ വേണ്ടപ്പെട്ടതാണ്. എക്സസൈസ് ചെയ്യാനും പ്രിയപ്പെട്ടവരുടെയുമായിട്ട് സമയം പങ്കിടാനൊക്കെ ഒരല്പസമയം നമുക്ക് മാറ്റിവെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ശ്രദ്ധ പതറാതെ പഠനത്തെ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങളാണ്, ഒന്ന് ഇഷ്ടമുള്ള വിഷയം മാത്രം പഠിക്കുന്ന സ്വഭാവം വേണ്ട. എല്ലാ വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഓക്കെ, ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് കൂടുതൽ സമയമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കും. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ളത്. അതിനാൽ പരീക്ഷ സമയത്ത് ഇവയിൽ നിന്നൊക്കെ ഇടവേള എടുക്കുക, അതൊക്കെ മാറ്റിവെക്കുക. TV, ഫോണ് തുടങ്ങിയവയുടെ ഉപയോഗം വിദ്യാർത്ഥികൾ പോലും അറിയാതെ അവരുടെ സമയം കവർന്നെടുക്കും. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു 7 മിനിറ്റോളം വരുന്ന ഈ ടിപ്സും ട്രിക്സും ഒക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള വിദ്യാർത്ഥികൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്നൊന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.